Good evening all. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. PPT കാണാൻ പറ്റുന്നില്ലേ? വോയിസും ക്ലിയർ അല്ലേ? സോ നമ്മൾ വാലി കർവിന്റെ വെർട്ടിക്കൽ കർവിന്റെ ഡിസൈൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വെർട്ടിക്കൽ കർവിൽ ഗ്രേഡിയൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് സമ്മിറ്റ് കർവ് ആണ്. ഓക്കെ, അപ്പൊ സമ്മിറ്റ് കർവ് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് കർവ് ആർ വെർട്ടിക്കൽ കർവ് വിത്ത് ഗ്രേഡിയൻ അപ്വേർഡ്സ്. ഓക്കെ, ഗ്രേഡിയൻ അപ്വേർഡ് ആയിട്ട് വരുന്ന ഈ ഷേപ്പിൽ വരുന്ന കർവ്സിനാണ് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. സബ്മിറ്റ് കർവിന് തന്നെ നമ്മൾ ക്രസ്റ്റ് കർവ് എന്നും കൂടെ വേറൊരു പേര് കൂടെ ഉണ്ട്, ക്രസ്റ്റ് കർവ് എന്ന് കൂടെ പറയും. ദെൻ അത് നമുക്ക് 4 രീതിയിലാണ് അത് ഫോർമേഷൻ വരുന്നത്. അതാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് when a positive gradient meets another positive gradient. ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. Okay, when an ascending gradient, positive gradient means ascending gradient. Ascending gradient means another ascending gradient. So there is summit curve will form. Then next case, when an ascending gradient meets adgrade gradient, അതായത് സെക്കൻഡ് ബിയിൽ കാണിച്ചിരിക്കുന്നത് അസെൻഡിങ് ഗ്രേഡിയന്റ് ഒരു ലെവൽ റോഡുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഗ്രേഡിയന്റ് മീറ്റ്സ് ആൻഡ് ഡിസെൻഡിങ് ഗ്രേഡിയന്റ്. അസെൻഡിങ് ഗ്രേഡിയന്റ് മീറ്റ്സ് എ ഡിസെൻഡിങ് ഗ്രേഡിയന്റ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ when a descending gradient meets another descending gradient. Descending gradient meets another descending gradient. ഇങ്ങനെ 4 രീതിയിലാണ് സബ്മിറ്റ് കർവ് ഫോം ചെയ്യുന്നത്. സബ്മിറ്റ് കർവ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ അപ്വേർഡ് ആയിട്ട് വരുന്ന ടൈപ്പ് കർവിനാണ് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. ഓൾസോ ക്രസ്റ്റ് കർവ്സ് എന്ന് കൂടെ പറയും. 4 രീതിയിലാണ് അത് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ when an ascending gradient meets another ascending gradient. Then when an ascending gradient meets a level ground. Then next case when an ascending gradient meets a descending gradient. Then when a descending gradient meets another descending gradient. ഈ 4 ഫോമിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അസെൻഡിങ് ഗ്രേഡിയന്റിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ +10% എന്ന് കാണിച്ചിട്ടുണ്ട്. +10% അസെൻഡിങ് ഗ്രേഡിയന്റിന്റെ വാല്യൂ. ദെൻ മീറ്റ്സ് അനദർ അസെൻഡിങ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അനദർ അസെൻഡിങ് ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ അഗൈൻ നമുക്ക് നെക്സ്റ്റ് വൺ N2%, ദിസ് വൺ N1 ആൻഡ് ദിസ് വൺ N2 എന്ന ഗ്രേഡിയന്റിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ഡീവിയേഷൻ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അസെൻഡിങ് ഗ്രേഡിയന്റ് അനദർ അസെൻഡിങ് ഗ്രേഡിയന്റ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, അതായത് 2 ഗ്രേഡിയൻസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡയറക്ഷൻ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്ത് വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നതാണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഈ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ 2 ഗ്രേഡിയന്റിന്റെ ഡിഫറൻസ് ആയിരിക്കും ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് സബ്മിറ്റ് കർവിന്റെയും വാലി കർവിന്റെയും ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈനിൽ വരുന്ന മെയിൻ ഒരു പാരാമീറ്റർ ആണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ഗ്രേഡിയൻസ് തമ്മിലുള്ള ഡിഫറൻസിനാണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. when two grades meet, the deviation angle n is the angle which measures the change of direction and is given by the algebraic difference between the two grades. Okay, algebraic difference between the two grades. So for example, when an ascending gradient, same പറഞ്ഞതുപോലെ തന്നെ N1% ഉള്ള ascending gradient meets another ascending gradient, that is N2% ആണെങ്കിൽ +N2 ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഒരു ആംഗിളിനാണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 grades. ഓക്കെ, ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 grades. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഡീവിയേഷൻ ആംഗിൾ n എന്ന് പറഞ്ഞാൽ N1 മൈനസ് +N2, ദാറ്റ് ഈസ് N1 മൈനസ്, അതായത് ഓൾജിബ്രായിക് ഡിഫറൻസ് എടുക്കുക. അപ്പൊ സൈനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ N1 മൈനസ് N2 എന്നായിരിക്കും ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. when an ascending gradient meets another ascending gradient. Okay, then ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷനിൽ കൊടുത്തിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് if an upgrade
N1 meets a downgrade minus N2 ആണ്. ഓക്കെ, അപ്പൊ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുമ്പോൾ N1 മൈനസ് ഓഫ് N2, ദാറ്റ് ഈസ് N1 പ്ലസ് N2 ആയിരിക്കും അവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ. അപ്പൊ ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് ഗ്രേഡിയന്റ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളിനാണ് ഡീവിയേഷൻ, ഡയറക്ഷൻ ചേഞ്ചിൽ വരുന്ന ആംഗിളിനാണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്, വിച്ച് വിൽ ബി ഈക്വൽ ടു ദ ഓൾജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഗ്രേഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇനി സബ്മിറ്റ് കർവിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഡിസൈനിൽ വരുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് അവരുടെ സൈറ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സൈറ്റ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ്, അതായത് സബ്മിറ്റ് കർവ് ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ സബ്മിറ്റ് കർവിന്റെ ലെങ്ത് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് സൈഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സബ്മിറ്റ് കർവിലൂടെ വെഹിക്കിൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വെഹിക്കിളിന്റെ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. ദെൻ കർവിലൂടെ പോകുമ്പോൾ എന്തായിരിക്കും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, അത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ വെഹിക്കിൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കംഫോർട്ട് കണ്ടീഷന് അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഗുഡ് റൈഡിങ് കംഫോർട്ട് കണ്ടീഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച്, അതായത് കംഫോർട്ട് കണ്ടീഷനെ കുറിച്ച് ഡിസൈനിൽ ഒരു കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഒൺലി എല്ലാ പോയിന്റിലും, ഈ സബ്മിറ്റ് കർവിന്റെ ഓരോ പോയിന്റിലും ആഡ്വക്കേറ്റ് സൈഡ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സബ്മിറ്റ് കർവിന്റെ ലെങ്ത് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ഡിസ്റ്റൻസ് ലെങ്ത് ആണ് നമ്മൾ സബ്മിറ്റ് കർവിന്റെ കേസിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഡിസൈൻ കൺസിഡറേഷൻ ഫോർ സബ്മിറ്റ് കർവ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഡിസൈൻ ഓഫ് ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് ഫോർ അഡ്വക്കേറ്റ് സൈഡ് ഡിസ്റ്റൻസ്, അതാണ് മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഷേപ്പ് പറയുവാണെങ്കിൽ ഐഡിയൽ ഷേപ്പ് ആയിട്ട് പറയുന്നത് സർക്കുലർ കർവ് ആണ്. സബ്മിറ്റ് കർവിന്റെ ഐഡിയൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സർക്കുലർ കർവ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ഗീവ് സൈഡ് ഡിസ്റ്റൻസ് ത്രൂ ഔട്ട് ദ ലെങ്ത് കോൺസ്റ്റന്റ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് സൈഡ് ഡിസ്റ്റൻസ് ഓരോ പോയിന്റിലും, സബ്മിറ്റ് കർവിന്റെ ഓരോ പോയിന്റിലും സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ആയിരിക്കും. സർക്കുലർ കർവ് ആണെങ്കിൽ അഡ്വക്കേറ്റ് സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമുക്കത് പ്രാക്ടിക്കലി ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈസി എന്ന് പറയുന്നത്, ആക്ച്വൽ പ്രാക്ടീസിൽ ഈസി എന്ന് പറയുന്നത് സിമ്പിൾ പരാബോളിക് കർവ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഷേപ്പ് ഓഫ് സബ്മിറ്റ് കർവ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പരാബോളിക് കർവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഡിസൈൻ ആണ് വരുന്നത്. അപ്പൊ ഡിസൈൻ എന്ന് പറയുമ്പോൾ സബ്മിറ്റ് കർവിന്റെ ലെങ്ത് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതും ഫോർ സൈഡ് ഡിസ്റ്റൻസിനാണ്, അഡ്വക്കേറ്റ് സൈഡ് ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വരും, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് വരും. അപ്പൊ ഫസ്റ്റ് കേസ് ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് ഫോർ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻസ്, ഇതിൽ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ when the length of curve is greater than stopping side distance, when the length of curve is greater than stopping side distance, ആ ഒരു കണ്ടീഷൻ. then next condition എന്ന് പറയുന്നത് when the length of curve is less than the side distance, less than SSD. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കും, when L greater than SSD. when L greater than SSD എന്നുള്ള കണ്ടീഷൻ എടുക്കുമ്പോൾ അവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് length of submit curve equal to ns square divided by square root of 2h plus square root of 2 small h the whole square എന്നാണ് ഇക്വേഷൻ വരുന്നത്. where L is the length of submit curve in meter and n is the deviation angle. അപ്പൊ ഡീവിയേഷൻ ആംഗിൾ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് ഗ്രേഡിയന്റ് ജോയിൻ ചെയ്യുന്നിടത്ത് അപ്ഗ്രേഡിയന്റ് ആയിട്ട് വരുന്നിടത്താണ് സബ്മിറ്റ് കർവ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ അതിന്റെ ആ രണ്ട് ഗ്രേഡിയന്റിന്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. 0.278 VT plus V square by 254 F. അതാണ് ഇക്വേഷൻ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ 0.278 VT plus V square by 254 F. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഐ ലെവൽ ഓഫ് ഡ്രൈവർ എബോവ് ദ റോഡ് വേ സർഫസ്. അതും IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ 1.2 മീറ്റർ ആണ്.
ദെൻ അതുപോലെ തന്നെ സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് എബോവ് ദ പെർമനന്റ് സർഫസ്, ദാറ്റ് ഈസ് 0.15 മീറ്റർ. ഓക്കെ, അപ്പൊ ഈ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എച്ചിന്റെ വാല്യൂ, സ്മോൾ എച്ചിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ക്യാപിറ്റൽ വാല്യൂന്റെയും സ്മോൾ വാല്യൂ എച്ചിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് ഈക്വൽ ടു n s സ്ക്വയർ ബൈ 4.4 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് സബ്മിറ്റ് കർവ് ഫോർ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് നമ്മുടെ കണ്ടീഷൻ L greater than SSD ആണെങ്കിൽ the equation become L equal to n s square divided by 4.4, where n is the deviation angle, s is the stopping side distance, and 4.4 എങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞു. ക്യാപിറ്റൽ എച്ചിനും സ്മോൾ എച്ചിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അവിടെ 4.4 എന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് L greater than SSD എന്നുള്ള ആ ഒരു അസംഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, നമുക്കിപ്പോ ഇവിടെ ഇവിടെ ഇപ്പൊ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുന്നത് 127 മീറ്റർ ആണ്. അതുപോലെ നമുക്കിവിടെ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 130 മീറ്റർ ആണെങ്കിൽ നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? L ഗ്രേറ്റർ ദാൻ SSD ആയിരുന്നു അസംഷൻ. അപ്പോൾ നമ്മുടെ അസംഷൻ ഇവിടെ കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ്, ഡിസൈൻ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് ഈക്വൽ ടു 130 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇനി കണ്ടീഷൻ, അതായത് നമ്മൾ ഇവിടെ SSD നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് 0.278 VT പ്ലസ് V സ്ക്വയർ ബൈ 254F എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 127 മീറ്റർ. ഇനി ഈ 127 മീറ്ററും ഡീവിയേഷൻ ആംഗിളുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി കൊടുത്ത് ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 മീറ്റർ ആണെങ്കിൽ നമ്മൾ എടുത്ത അസംഷൻ എന്ന് പറയുന്നത് L ഗ്രേറ്റർ ദാൻ SSD ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ അസംഷൻ എന്താണ്? ഇൻകറക്റ്റ് ആണ്. 120 എന്ന് പറയുന്നത് 127നേക്കാളും ലെസ് വാല്യൂ ആണ്. നമ്മുടെ അസംഷൻ ഇവിടെ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും റീഡിസൈൻ ചെയ്യണം. അതായത് സെക്കൻഡ് അസംഷൻ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് അസംഷൻ എന്ന് പറഞ്ഞാൽ when L less than SSD, when L less than SSD. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 2s മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2h പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2h ദ സ്മോൾ h ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ദെൻ ഇവിടെ എച്ചിന്റെ വാല്യൂ സ്മോൾ എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഇക്വേഷൻ ബിക്കം L ഈക്വൽ ടു 2s മൈനസ് 4.4n. ദെൻ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായിരിക്കും ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അതല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതിലും ഇങ്ങനെ നമ്മൾ രണ്ട് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് വെൻ L ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് ഗ്രേറ്റർ ദാൻ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓർ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസിഡറേഷൻ എന്നുള്ള അസംഷൻ കൺസിഡർ ചെയ്യും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് L greater than OSD ആ ഒരു കണ്ടീഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് L ഈക്വൽ ടു n s സ്ക്വയർ ഡിവൈഡ് ബൈ 8h ആണ്. എച്ചിന്റെ വാല്യൂ 1.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഇക്വേഷൻ ബിക്കം L ഈക്വൽ ടു n s സ്ക്വയർ ഡിവൈഡ് ബൈ 9.6. ഓക്കെ, ദെൻ ഇവിടെ എസ് എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ വേണം ആ ഒരു എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ദെൻ നമ്മുടെ അസംഷൻ, അതായത് ഇവിടെ കിട്ടുന്ന എല്ലിന്റെ വാല്യൂ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ കിട്ടുന്ന വാല്യൂ എന്താണ്? ഡിസൈൻ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് എന്ന് ഡിസൈൻ ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് എന്ന് പറഞ്ഞെടുക്കാം. ഇനി അതല്ല ലെസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ സെക്കൻഡ് അസംഷൻ കൺസിഡർ ചെയ്യുമ്പോൾ L ലെസ് ദാൻ OSD എന്നുള്ള assumption consider ചെയ്യുമ്പോൾ again formula ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ പറയാം. L less than S എന്ന് പറയുമ്പോൾ ഇവിടെ ഓവർടേക്കിംഗ് become L equal to 2s minus
9.6/n. ഞാൻ നോട്ട് തരുമ്പോൾ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തോളാം. 2s മൈനസ് 9.6/n എന്നായിരിക്കും ഇക്വേഷൻ. ദെൻ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് അസംഷൻ നമ്മുടെ L(s) എന്ന് പറഞ്ഞാൽ, അതായത് ഒരെണ്ണം റോങ് ആയിരുന്നല്ലോ, അപ്പൊ നെക്സ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ സബ്മിറ്റ് കർവ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ സബ്മിറ്റ് കർവിന്റെ കേസിൽ നമ്മൾ ഓർക്കുമ്പോൾ എന്താ അപ്ഗ്രേഡിയന്റിനാണ്, കർവ് അപ്ഗ്രേഡിയന്റ് ആയിട്ട് വരുന്നതിനാണ് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു അസെൻഡിങ് ഗ്രേഡിയന്റ് അനദർ അസെൻഡിങ് ഗ്രേഡിയന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ് എന്ത് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഫോംസ്, 4 ടൈപ്പ് ഫോംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൽ നമ്മുടെ ഡിസ്റ്റൻസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് സബ്മിറ്റ് കർവ്, ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഷേപ്പ് നമ്മൾ ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് എടുക്കുമ്പോൾ സിമ്പിൾ പരാബോളിക് ഷേപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വാലി കർവ് ആണ്. വാലി കർവ് അതല്ലെങ്കിൽ സാഗ് കർവ് പറയും. So Wali curve or sag curves are vertical curve with the convexity downwards. Okay, this ഇങ്ങനെ വരുന്നതിനാണ് വാലി കർവ് എന്ന് പറയുന്നത്. വാലി കർവ് or sag curve are vertical curves with convexity downwards. Then ഇനി അത് ഫോം ചെയ്യുന്ന ഇതിനും 4 ഫോംസ് ഉണ്ട്. When a descending gradient meets another descending gradient. Okay, descending gradient meets another descending gradient. Second case, when a descending gradient meets at gradient. Descending gradient meets at gradient. Then when a descending gradient meets an ascending gradient. Ascending gradient. Then when an ascending gradient meets another ascending gradient. Ascending gradient meets അനദർ അസെൻഡിങ് ഗ്രേഡിയന്റ്. ഈ ഒരു ഫോമിൽ വരുമ്പോഴും എന്താണ് ഈ ഒരു ഇതിൽ വരുമ്പോഴും വാലി കർവ് ഫോം ചെയ്യും. ഇത്രയും 4 ഇതാണുള്ളത്. വാലി കർവ്സിന് 4 ഫോംസ് ആണുള്ളത്. ദെൻ ഇനി വാലി കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ വാലി കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് comfort criteria. Comfort criteria. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അവിടെ കംഫർട്ട് ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വെഹിക്കിള് വാലി കർവിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ വെയിറ്റ് ഓഫ് വെഹിക്കിളും താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷൻ കഴിയും. അപ്പൊ അവിടെ എന്താണ് ഡിസ്കംഫോർട്ട് ഉണ്ടാവും പാസഞ്ചേഴ്സിന്. അതുപോലെ വെഹിക്കിൾ സ്റ്റിയർ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് വാലി കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ കംഫോർട്ട് ക്രൈറ്റീരിയ ഒരു കണ്ടീഷൻ, ഒരു കൺസിഡറേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ സൈഡ് ഡിസ്റ്റൻസ്. ആ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ പ്രശ്നം ഉണ്ടാവില്ല, നൈറ്റ് ടൈമിലായിരിക്കും അവിടെ സൈഡ് ഡിസ്റ്റൻസിന് ഇത് വരുന്നത്. അതുകൊണ്ട് അഡിക്കേറ്റ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ് സെക്കൻഡ് ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കംഫോർട്ട് കണ്ടീഷൻ. വാലി കർവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസൈൻ 1 എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് സേഫ്റ്റി ക്രൈറ്റീരിയ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ദ ഡ്രൈവർ ഷുഡ് ഹാവ് അഡിക്കേറ്റ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് അറ്റ് എനി പാർട്ട് ഓഫ് ദ കൺട്രി. ഇനി കംഫോർട്ട് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ അലോവബിൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. കംഫോർട്ട് അതായത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം വാലി കർവ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ദെൻ എപ്പോഴും ഇവിടെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷന്റെ വാല്യൂ ഫോർ ലെങ്തി വാലി കർവ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.6 m/s³ ആണ്. അതോടെ ഓർത്തിരിക്കാം. ഫസ്റ്റ് കേസ് ലെങ്ത് ഓഫ് വാലി കർവ് ഫോർ കംഫോർട്ട് കണ്ടീഷൻ ആകുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.38 NB³ the whole raised to 1/2. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. L equal to 0.38 NB³ the whole raised to 1/2, where N is the deviation angle, B is the speed of vehicle in km/h.
ലെങ്ത് ഓഫ് വാലി കർവ് ഫോർ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതിലും രണ്ട് അസംഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ when total length of വാലി കർവ് is greater than SSD, അതായത് SSD എന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് തന്നെ. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ equation become L equal to NS square divided by 2. Then here H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് ആണ് എന്ന് പറയുന്നത് H1 എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ H1ന്റെ വാല്യൂ 0.75 മീറ്റർ ആണ്. അതുപോലെ ടാൻ ആൽഫയിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ബീം ആംഗിൾ ആണ്. ആൽഫ ഈക്വൽ ടു അത് 1 ഡിഗ്രി ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതായത് H1ന്റെ വാല്യൂ 0.75 മീറ്റർ ആൻഡ് ആൽഫ എന്ന് പറയുന്നത് 1 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ then the equation become L equal to NS square divided by 1.5 plus 0.35s. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈ അസംഷൻ കറക്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് അവിടെ ഡിസൈൻ സ്റ്റോപ്പ് ചെയ്യാം. ലെങ്ത് ഓഫ് ഡിസൈൻ ലെങ്ത് ഓഫ് വാലി കർവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാല്യൂ എടുത്ത് എഴുതാം. ഇനി അസംഷൻ ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അസംഷൻ എടുക്കണം. അതായത് ലെങ്ത് ലെസ് ദാൻ SSD എന്ന ഇക്വേഷൻ അസംഷൻ എടുക്കുക. അപ്പൊ ആ ഒരു അസംഷൻ വരുമ്പോൾ the equation become (2s minus 1.5 plus 0.35 s divided by n). അങ്ങനെ ആ ഒരു ഇക്വേഷൻ വരും. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഹൈഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ വാലി കർവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് കേസിൽ L greater than SSD ആണെങ്കിൽ L equal to NS square divided by 1.5 plus 0.035s. Then L less than SSD ആണെങ്കിൽ 2s minus 1.5 plus 0.035s by n. ഇത്രയാണ് ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ വരുന്ന പോർഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ ഫസ്റ്റ് ഹൈവേ ക്രോസ് സെക്ഷൻ എലമെന്റ്സ്, ഒരു ഹൈവേയുടെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അതിൽ വരുന്ന പെർമനന്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ക്രോസ് സ്ലോപ്പ് ഓർ ക്യാമ്പർ, ദെൻ വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ, റോഡ് മാർജിൻസ്, പെർമനന്റ് ട്രാഫിക് സെപ്പറേറ്റേഴ്സ്, കർവ്, അങ്ങനെയുള്ള ഹൈവേ ക്രോസ് സെക്ഷൻ എലമെന്റ്സ്. പിന്നെ ഒരു സൈറ്റ് ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചു. ദെൻ ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. ദെൻ ഹൊറിസോണ്ടൽ കർവിന്റെ കേസിലാണെങ്കിൽ സൂപ്പർ എലിവേഷൻ, ട്രാൻസിഷൻ കർവ് ആൻഡ് എക്സ്ട്രാ വൈഡനിങ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ വാലി കർവിന്റെ കേസിൽ വരുമ്പോൾ ഗ്രേഡിയൻ, വെർട്ടിക്കൽ കർവിന്റെ കേസിൽ വരുമ്പോൾ ഗ്രേഡിയൻ, വാലി കർവ് ആൻഡ് സബ്മിറ്റ് കർവ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയാണ് ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ വരുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഞാൻ പറയുമ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ ആൻസർ പറയുക കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയുക, ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if v is the descent speed in kilometer per hour, r is the radius of the curve in meter, the super elevation is given by. Okay, സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് v/127r, ബി എന്ന് പറയുന്നത് v² 127r, സി v² 225r, then d v divided by 225r. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ഓപ്ഷൻ ബി, v² 127r അല്ലേ? ഓപ്ഷൻ ബി. ദെൻ ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. ദെൻ v/225r ഇല്ല. ദെൻ v² 225r എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ, 75% ഡിസൈൻ സ്പീഡ് എടുത്തിട്ട് ചെയ്യുന്നത് ആ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യേണ്ടത് v² 127r ആണ്. ഡിസൈൻ ചോദിക്കുകയാണെങ്കിൽ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ആണ് ചോദിക്കുന്നെങ്കിൽ v² 225r ആണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, v² 127r. The next കേസിൽ ട്രാൻസിഷൻ കർവ് is provided in horizontal alignment. Option A, to facilitate the application of the super elevation and widening of the permit at the start of circular curve. Then B, to increase the radius of curvature. C, to counteract the centrifugal force developed. D, to prevent the vehicle from skidding laterally. Okay. എന്തിനു വേണ്ടിയിട്ട് ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇതിൽ കണ്ടതാണ്. എന്തൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് വരുന്നത്?
gradual introduction of super elevation, then gradual introduction of extra widening, then gradual introduction of centrifugal force, then for the aesthetic appearance. ഇത്രയും ഓപ്ഷൻ ആണ് വരുന്നത്. ഇവിടെ ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻ വരുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ട്രാൻസിഷൻ കർവ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ടു ഫെസിലിറ്റേറ്റ്, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലെ, ടു ഫെസിലിറ്റേറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ സൂപ്പർ എലിവേഷൻ ആൻഡ് വൈഡനിങ് ഓഫ് ദ പെർമെന്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് സർക്കുലർ കർവ്. അത് മീൻസ് അത് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. സ്ട്രേറ്റ് പാത്ത്, ദെൻ ഒരു സർക്കുലർ കർവ് വന്ന് കഴിയുമ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസിഷൻ കർവിൽ സൂപ്പർ എലിവേഷനും വൈഡനിങ്ങും, അതായത് നമുക്ക് ഈ സർക്കുലർ കർവിന്റെ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫുൾ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷനും എക്സ്ട്രാ വൈഡനിങ്ങും വേണം. അത് ത്രൂ ഔട്ട് ദ സർക്കുലർ കർവ് വേണം. അപ്പൊ അത് ഗ്രാജുവലി, അതായത് സ്ട്രേറ്റ് പാത്തിൽ നിന്ന് ഒറ്റയടിക്കല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസിഷൻ കർവിൽ നമ്മൾ ഗ്രാജുവലി പ്രൊവൈഡ് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, സർക്കുലർ കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുമ്പോൾ അവിടെ ഫുൾ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷനും അതുപോലെ എക്സ്ട്രാ വൈഡനിങ്ങും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ സൂപ്പർ എലിവേഷൻ ആൻഡ് വൈഡനിങ് ഓഫ് ദ പെർമെന്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് സർക്കുലർ കർവ്. ഈ രണ്ട് ക്വസ്റ്റ്യനും 2005 അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൽ ചോദിച്ചിരിക്കുന്നതാണ്. ദെൻ തേർഡ് വൺ, when an upgradient of a highway meets a down gradient. ഇപ്പൊ പറഞ്ഞോളൂ, when an upgradient of a highway meets a down gradient, the vertical curve provided as, എന്താ പറയാ, വാലി കർവ് ആണോ, സാഗ് കർവ് ആണോ, സബ്മിറ്റ് കർവ്, ഓർ ഓപ്ഷൻ ഡി none of this. ഏതാണ് ആൻസർ? when an upgradient of a highway meets a down gradient. The answer is submit curve. Correct. Answer is submit curve. അല്ലെ, upgradient meets a down gradient. Then it is called submit curve. അതല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നത് എന്താണ്? ക്രസ്റ്റ് കർവ് എന്നും കൂടെ പറയും. Then വാലി കർവിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് സാഗ് കർവ് എന്ന് പറയുന്നത്. So here the answer is option C, submit curve. The next question, the absolute minimum radius of a horizontal curve for a descent speed 60 km/h is. So horizontal curve, radius of horizontal curve ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. And the equation, radius of horizontal curve equation, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, radius of horizontal curve. ഓർക്കുന്നില്ലേ? സൂപ്പർ എലിവേഷന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ E plus F is equal to B square divided by 127 R. ഇക്വേഷൻ പറഞ്ഞത് E plus F is equal to B square by 127 R. അപ്പൊ ഇവിടെ എഫ് കൺസിഡർ ചെയ്തതിലും കുഴപ്പമില്ല. അതായത് സൂപ്പർ എലിവേഷൻ ചോദിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഫസ്റ്റിൽ കണ്ടപ്പോൾ E equal to B square, അതായത് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ ആണത് E equal to B square by 127 R എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നമുക്ക് എന്താണ്, ഇയുടെ വാല്യൂ അറിയാം, മാക്സിമം വാല്യൂ 7%, എഫിന്റെ വാല്യൂ അറിയാം. അപ്പൊ ആർ കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ഇന്നലെ ഹൊറിസോണ്ടൽ കർവിന്റെ ഇക്വേഷൻ പറഞ്ഞത്, R equal to B square divided by 127 into E plus F. അപ്പൊ ഇവിടെ വിയുടെ വാല്യൂ 60 km/h ഇയുടെ വാല്യൂ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 7%, ആൻഡ് എഫിന്റെ വാല്യൂ 0.15% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ആൻസർ കിട്ടുക എന്ന് പറഞ്ഞേ. റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 into E plus F. ക്വസ്റ്റ്യനിൽ ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 60 km/h. ഇയുടെ വാല്യൂ നമുക്കറിയാം 7%, that is 0.07. F is 0.15. So the answer is വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ?
എത്ര കിട്ടിയേ? ഗുഡ്. 128 meters എന്നല്ല കിട്ടിയ ആൻസർ വരുമ്പോ 128 meters ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല. 131, 210, 360 and none of this. അപ്പൊ ആൻസർ is option D, none of this. Okay. Option D, none of this. Then next question, while calculating the site distances, the driver's eye above road surface is assumed as. വേഗം പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. While calculating the site distance, the driver's eye above the road surface is assumed as 120 centimeter. Correct. That is 120 centimeter. 1.2 meters. ഇപ്പൊ ഇവിടെ സെന്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. 120 centimeter. Correct. The next one, ഇതെല്ലാം ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരു ഡ്രാഫ്റ്റ്മാന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് വൺ, റേസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് റോഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്, ലീനിയർ അല്ല, വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് ഈസ് നോൺ ആസ്. ആൻസർ ഈസ് റേസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് റോഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് ഈസ് നോൺ ആസ് സൂപ്പർ എലിവേഷൻ. കറക്റ്റ്. The next one, widening of roads on hilly region is done. Option A, on the outer side. B, on the inner side. C, on the outer and inner side equally. And D, on outer side less and inner side more. Correct answer is option B, inner side. Okay, രണ്ട് മെത്തേഡാണ്. മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എക്സ്ട്രാ വൈഡനിങ് പറഞ്ഞപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? മുമ്പത്തെ ആൻസർ ഓൾ ഓഫ് ദി അബവ് അല്ലേ? സൂപ്പർ എലിവേഷൻ കാണ്ടും ബാങ്കിങ്. ഓക്കെ, അത് ഞാൻ വിട്ടുപോയി. ഞാൻ ഓപ്ഷനിലേക്ക് നോക്കിയില്ലായിരുന്നു. റേസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് റോഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്, അതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും ഒന്ന് ഇത് ചെയ്യാൻ. റേസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് റോഡ് വിത്ത് റെസ്പെക്ട് ടു ലീനിയർ എഡ്ജ് ഇസ് നോൺ ആസ്. ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ്. കാരണം സൂപ്പർ എലിവേഷൻ, ക്യാൻഡ്, ബാങ്കിങ് ഇത് മൂന്നും സെയിം ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ആ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ എലിവേഷൻ, ക്യാൻഡ് ആൻഡ് ബാങ്കിങ് സെയിം മീനിങ് ആണ് കേട്ടോ. റൈസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്, ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ വരുന്നത്. Next one, widening of roads on hilly regions done. Answer is on inner side, on the inner side. അതായത് മെത്തേഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എക്സ്ട്രാ വൈഡനിങ്ങിൽ നമ്മൾ പറഞ്ഞു, ഒരു കർവില് എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കർവിൽ ആണെങ്കിലും എന്താണ് WE/2 വാല്യൂ ഔട്ടർ കർവിലും ഇന്നർ കർവിലും സെയിം എമൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, WE/2 വാല്യൂ ഈച്ച് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യും. ഇനി ഹില്ലി റോഡ്സിലാണെങ്കിൽ ഇന്നർ സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ വൈഡനിങ് ഫുൾ എമൗണ്ട് ഇന്നർ സൈഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൺ ദ ഇന്നർ സൈഡ്. വൈഡനിങ് ഓഫ് റോഡ്സ് ഓൺ ഹില്ലി റീജിയൻ ഈസ് ഡൺ ഓൺ ദ ഇന്നർ സൈഡ്. ഈ ഓപ്ഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് അത് സൂപ്പർ എലിവേഷനും ക്യാൻഡും ബാങ്കിങ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ സാധിക്കലി എല്ലാ ആൻസറും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ കോൺസെൻട്രേഷൻ ബാക്കിയുള്ള ചോയ്സിലേക്ക് പോയില്ല. നെക്സ്റ്റ് വൺ, the slope of the pavement with respect to the longitudinal direction is called alignment, super elevation, gradient, length of summit. ഏതാ ആൻസർ? The slope of the pavement with respect to the longitudinal direction. Answer is gradient. അല്ലേ? രണ്ട് ലെവലിൽ റോഡ് ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതാണ് എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ
along the road horizontal direction longitudinal direction നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രേഡിയന്റ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇതിന് ഗ്രേഡിയന്റ് തന്നെ നമുക്ക് വേറൊരു ഡെഫിനിഷൻ കൂടെ കൊടുക്കാം, റൈസ് ഓർ ഫോൾ അലോങ് ദ ലെങ്ത് ഓഫ് റോഡ്. അങ്ങനെ ചോദിച്ചാലും അതിന്റെ ആൻസർ ഗ്രേഡിയന്റ് ആണ് കേട്ടോ. റൈസ് ഓർ ഫോൾ, ഇവിടുത്തെ ഇത് റൈസ് ആണ്, താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഫോൾ ആണ്. അപ്പോൾ റൈസ് ഓർ ഫോൾ അലോങ് ദ ലെങ്ത് ഓഫ് റോഡ് or the slope provided in the longitudinal direction is called gradient. Answer is C, gradient. Then next one, what is the length of transition curve? Adum overseer PWD ചോദിച്ചിരിക്കുന്നതാണ്. What is the length of transition curve when velocity of vehicle V is 1000 അല്ല 100 km/h ആണ് കേട്ടോ. 100 km/h. Radius of circular curve R is 450 meter and rate of change of centrifugal acceleration C is 0.45. So what is the length of transition curve? വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞ് ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് നമ്മൾ പറഞ്ഞപ്പോൾ ഡിസൈൻ 3 കാര്യങ്ങളാണ് അല്ലെ, 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണെങ്കിൽ ഇക്വേഷൻ ബിക്കം L equal to 0.0215 V cube divided by CR. Equation പറഞ്ഞത് L equal to 0.0215 V cube divided by CR. The next one വരുമ്പോൾ rate of introduction of super elevation ആണ്. അതിന് 2 ഇക്വേഷൻ പറഞ്ഞു. About the center line ആണെങ്കിൽ ഇക്വേഷൻ become En by 2 into W plus WE. Then about the pavement rotated about the inner edge ആണെങ്കിൽ ഇവിടെ by 2 കൊടുക്കണ്ട, ഇക്വേഷൻ become L equal to En into W plus WE. ഇനി അത് കൂടാതെ രണ്ട് എംപിരിക്കൽ ഫോർമുല പ്ലെയിനർ റോളിംഗ് ടെറൈന്റെ കേസിലും അതുപോലെ തന്നെ മൗണ്ടനസ് ഓർ സ്റ്റീപ്പ് ടെറൈന്റെ കേസിലും നമ്മൾ എംപിരിക്കൽ ഫോർമുലയോടെ പറഞ്ഞിരുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് വെൻ ദ വെലോസിറ്റി ഓഫ് വെഹിക്കിൾ V is 100 km/h. Radius R is 450 meters and rate of change of centrifugal acceleration is 0.45. അപ്പോൾ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഏത് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഏതാണ്? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിന്റെ ഇക്വേഷൻ വരും. അപ്പോൾ L equal to 0.0215 V cube by CR. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു കിട്ടുന്നുണ്ടോ എന്ന്. ആൻസർ 106.20 മീറ്റർ കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ വിയുടെ വാല്യൂ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.0215 into 100 ക്യൂബ് ഡിവൈഡ് ബൈ സി എന്ന് പറയുമ്പോൾ 0.45 കൊടുക്കുക. നമ്മൾ ഇന്നലെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനോട് പറഞ്ഞായിരുന്നു അല്ലെ, 80 divided by 75 plus V. അത് തന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ദെൻ അതിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0.5 to 0.8 ആണ് വരേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ 0.45 തന്നിരിക്കുന്നതുകൊണ്ട് ആ സെയിം വാല്യൂ തന്നെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 106.20 മീറ്റർ. The next question, the difference in levels of the outer and inner edge of a curve along a road surface is called. The difference in level of the outer and inner edge of a curve along a road surface is called. Answer is C, super elevation. Correct. The next one, the rate of rise. Okay, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും ഓവർസിയറിന്റെ എക്സാമിന് ചോദിച്ചതാണ്. ഇനി നെക്സ്റ്റ് വൺ, the rate of rise or fall of a road along its alignment is known as. എന്താ ആൻസർ? The rate of rise or fall of a road along its alignment is known as gradient. Correct. അപ്പോൾ ഗ്രേഡിയന്റിന് ഞാൻ 2 ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഒന്നെന്താണ്? Slope provided in the longitudinal direction, and second one, the rate of rise or fall along the road
surface is known as gradient. So answer is A. The next question. What is the super elevation required on a horizontal surface speed of 50 km per hour and coefficient of lateral friction 0.15? Question അറിയാലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. സൂപ്പർ എലിവേഷന്റെ ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 50 km per hour, radius 100 meter and lateral coefficient of friction 0.15. Answer is equation എന്താ വരുന്നത്? Equation എന്ന് പറയുമ്പോൾ E equal to E plus F equal to V square by 127. C ആണോ? Answer is C. Correct ആണ്. Okay. Equation എന്ന് പറയുമ്പോൾ E is equal to V square divided by 127R minus F. അതല്ലെങ്കിൽ E plus F equal to V square by 127R. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് സൂപ്പർ എലിവേഷനിലെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? E equal to V square divided by 127R minus F. V യുടെ വാല്യൂ 50 km per hour സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R 100 meters, F 0.15. ആൻസർ കിട്ടുന്നത് 0.047. കിട്ടിയോ എല്ലാവർക്കും? ആൻസർ 0.047. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. Ruling gradient for a mountainous terrain. ഓർക്കുന്നുണ്ടോ? Ruling gradient for a mountainous terrain. Answer 5% കറക്റ്റ് ആണ്. 4% എന്ന് പറഞ്ഞാൽ 4% റോങ് ആണ്. കാരണം 4% നമ്മൾ ഗ്രേഡിയന്റിന്റെ പോർഷനിൽ പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ IRC ഗ്രേഡ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ IRC 2 കണ്ടീഷൻ പറയുന്നുണ്ട് അല്ലേ? അതായത് ഗ്രേഡിയന്റ് ഫ്ലാറ്റർ ദാൻ 4% ആണെങ്കിൽ അവിടെ ഗ്രേഡ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട. അത് ആ ഒരു കണ്ടീഷനാണ് 4% എന്നുള്ള വാല്യൂ വരുന്നത് ഗ്രേഡിയന്റിന്റെ പോർഷൻ പഠിക്കുമ്പോൾ. ഓക്കെ, 4% എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഫ്ലാറ്റർ ദാൻ 4% ആണെങ്കിൽ ഗ്രേഡ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട. ഇതല്ലാതെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയന്റ് പറഞ്ഞപ്പോൾ ഓരോ ഗ്രേഡിയന്റിനും വാല്യൂ ബൈഫാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ടേബിൾ കാണിച്ചിരുന്നു. This one. Okay. അപ്പോൾ അത് റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, ദെൻ മിനിമം ഗ്രേഡിയന്റും കൂടി ഉണ്ട്. മിനിമം ഗ്രേഡിയന്റ് ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ അത് ഓരോ ടൈപ്പ് ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് കട്ടറാണെങ്കിൽ 1/500 ആ ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോ ഓരോ ടെറൈൻ അനുസരിച്ച് So ruling gradient for mountainous terrain is 5%. 1 in 20, that is 5%. Then next one, the psychological widening required on a horizontal curve of radius 235 meter or a descent speed of 65 km/h is. Extra widening in the case, two type extra widening is the sum of mechanical widening and psychological widening ആണ് പറഞ്ഞിരുന്നു. അപ്പോൾ മെക്കാനിക്കൽ വൈഡനിങ്ങിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n L square by 2r. Then and the psychological widening equation by 9.5 root r divided by 9.5 root r. ഇവിടെ തന്നിട്ടുണ്ട് ബിയുടെ വാല്യൂ 65 km/h, r is equal to 235 meter. So what is the psychological widening? Option A. Option A, 0.446 meter. ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഇപ്പൊ ഫസ്റ്റ് സൂപ്പർ എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, നെക്സ്റ്റ് റൂളിംഗ് ഗ്രേഡിയന്റ് ആൻഡ് സൈക്കോളജിക്കൽ വൈഡനിങ്, ഈ മൂന്നും 2015 എയ്ഡ് എക്സാമിന് ചോദിച്ചതാണ്, അഗ്രികൾച്ചർ എക്സാമിന് ചോദിച്ചതാണ്. നെക്സ്റ്റ് വൺ റീസെന്റ് ലാസ്റ്റ് ഇയറിൽ നടന്ന, ഇല്ല ഈ ലാസ്റ്റ് മന്ത് 2020 എന്നായിരുന്നു, ഫെബ്രുവരി നടന്ന എക്സാമിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇറിഗേഷൻ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഗ്രേഡ് കോമ്പൻസേഷൻ ഇസ് എ മിനിമം ഓഫ്, and the answer, grade compensation is a minimum of 75 by r അല്ലേ? It's a minimum of 75 by r. അപ്പോൾ അതിന് ഗ്രേഡ് കോമ്പൻസേഷന്റെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? ഗ്രേഡ് കോമ്പൻസേഷൻ ഇൻ പെർസെന്റേജ് ഈക്വൽ ടു 30 divided by 30 plus r അല്ലേ? സോറി 30 plus r divided by r. അതാണ് ഇക്വേഷൻ പറഞ്ഞത് അല്ലേ? ദെൻ ഈ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 75 by r വരെ വരാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഗ്രേഡ് കോമ്പൻസേഷൻ മിനിമം ഓഫ് 75 by r. അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഗ്രേഡ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 30 plus r by r. ദെൻ ആ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, 75 by r-നേക്കാളും താഴെയാണെന്ന് ചെക്ക് ചെയ്യണം. കാരണം മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് 75 by r ആണ്. So here the answer is B. The next one, rate of change of centrifugal acceleration for computing length of transition curve for a vehicle with a descent speed v km/h is given by the equation. Option C.
ഓപ്ഷൻ സി 80 divided by 75 plus 3. Okay. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി കിരൺ മിസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഫ്രൈഡേ തരാന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയും കഴിഞ്ഞ ഈ ഫ്രൈഡേ വരെ കഴിയുന്ന പോർഷൻസിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാറ്റർഡേ മോർണിംഗ് അല്ലെങ്കിൽ ഫ്രൈഡേ ക്ലാസ് കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗോ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ തരാം കേട്ടോ. ഇത്രയും നിന്ന് ഹൈവേ ജോമെട്രിക് ഡിസൈൻ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആൻസർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഒരു പോർഷൻ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ ഹൈവേ മെറ്റീരിയൽസ് ആണ്. സോ ഹൈവേ മെറ്റീരിയൽസിൽ പറയുമ്പോൾ ഏതൊക്കെ വരുന്നത്? സോയിൽ, ദെൻ അഗ്രിഗേറ്റ്സ് ആൻഡ് ബിറ്റുമെൻ. 3 മെറ്റീരിയൽസ് ആണ് വരുന്നത്. സോയിൽ എന്ന് പറയുമ്പോൾ തന്നെ സബ്ഗ്രേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സബ്ഗ്രേഡ് സോയിൽ, ദെൻ അഗ്രിഗേറ്റ് ആൻഡ് ബിറ്റുമെൻ. അപ്പൊ ഇതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഫസ്റ്റ് തന്നെ സബ്ഗ്രേഡ് സോയിൽ. സബ്ഗ്രേഡ് സോയിലിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ stability, incompressibility, permanency of strength, minimum changes in volume and stability under adverse conditions of weather and groundwater, good drainage and ease of compaction. Important ആണ് ease of compaction. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് സോയിലിന് വേണ്ടത് ആസ് എ സബ്ഗ്രേഡ് സോയിൽ. സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയുമ്പോൾ പെർമനന്റിന്റെ ഫ്ലെക്സിബിൾ പെർമനന്റ് ആണ്, റിജിഡ് പെർമനന്റ് ആണെങ്കിലും ഏറ്റവും ബോട്ടം മോസ്റ്റ് ലെയർ എന്ന് പറയുന്നതാണ് സബ്ഗ്രേഡ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന സോയിലിന് വേണ്ട ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി, incompressibility, permanency of strength, that is strength, minimum changes in volume and stability under adverse conditions of weather and groundwater, good drainage and ease of compaction. Then subgrade soil നമ്മൾ ചെയ്യുന്ന മെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് CBR ടെസ്റ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ GT പഠിക്കുന്നത് ഷിയർ ടെസ്റ്റ്, ബെയറിംഗ് ടെസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റ്. അതിൽ നമ്മൾ പെർമനന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ സോയിൽ ആസ് എ സബ്ഗ്രേഡ് സോയിൽ അത് അതിന്റെ പ്രോപ്പർട്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ CBR ആണ്. CBR ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സബ്ഗ്രേഡ് സോയിലിന്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റിന് പറയുന്നതാണ് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ ടെസ്റ്റ്, ദാറ്റ് ഈസ് CBR. And this test was developed by California Division of Highway Department. അതൊരു പെനിട്രേഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, പെനിട്രേഷൻ ടെസ്റ്റ് ആണ് CBR ടെസ്റ്റിന്റെ പെനിട്രേഷൻ ടെസ്റ്റ്. ഒരു ഫ്ലെക്സിബിൾ പെർമനന്റിന്റെ ഡിസൈനിൽ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് സബ്ഗ്രേഡ് സോയിലിന്റെ സ്ട്രെങ്ത് ആണ്. അപ്പൊ CBR റേഷ്യോ, അതായത് ഏത് ഫ്ലെക്സിബിൾ പെർമനന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പാരാമീറ്ററിൽ ഒന്ന് എന്ന് പറയുന്നത് CBR വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ CBR വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് കാലിഫോർണിയ ബിയറിംഗ് റേഷ്യോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡിസൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ CBR ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ പെർമനന്റിന്റെ ഡിസൈൻ ആണ് CBR ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് മെയിൻ ആയിട്ട് ഫ്ലെക്സിബിൾ പെർമനന്റ് തിക്നെസ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഡിസൈൻ ഓഫ് ഫ്ലെക്സിബിൾ പെർമനന്റ് എന്ന് പറയുമ്പോൾ പെർമനന്റ് തിക്നെസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനൊരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ പെനിട്രേഷൻ ടെസ്റ്റ്
CBR test is a penetration test wherein a standard piston having 50 mm diameter, ഒരു സർക്കുലർ പ്ലഞ്ചർ ഉണ്ട്. നിങ്ങൾക്ക് ലാബിൽ ചെയ്തിരിക്കുന്ന ഓർമ്മയുണ്ടെങ്കിൽ സർക്കുലർ പ്ലഞ്ചർ ആണ് ആ സോയിൽ മാസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ഡയമീറ്റർ ആണ്. യൂസ്ഡ് ടു പെനിട്രേറ്റ് ദ സോയിൽ അറ്റ് എ സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് 1.25 mm per minute. Okay. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 2.5 mm ആണോ 1.25 mm ആണോ എന്ന് ചെക്ക് ചെയ്തോട്ടെ. Correct. 1.25 mm per minute. So it is a penetration test wherein a standard piston or the circular plunger having 50 mm diameter is used to penetrate the soil at a standard rate of 1.25 mm per minute. Then the pressure up to a penetration of 12.5 mm and its ratio of the bearing value of a standard crushed rock is termed as CBR. അപ്പൊ അതെന്ന് വെച്ചാൽ അതിന്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ CBRന്റെ മൗഡില് സോയിൽ പ്രിപ്പയർ ചെയ്യും. ദെൻ CBRന്റെ അപ്പാരറ്റിൽ കൊണ്ടുവന്ന് വെച്ച് അതിലേക്ക് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ 0 to 12.5 mm പെനിട്രേഷൻ വരെയുള്ള പെനിട്രേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡാണ് നോട്ട് ചെയ്യുന്നത്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ ലോഡ് ബേസ് പെനിട്രേഷൻ ഗ്രാഫ് വരയ്ക്കും. ആ ലോഡ് ബേസ് പെനിട്രേഷൻ ഗ്രാഫിൽ നിന്ന് എക്സ് ആക്സിസിൽ പെനിട്രേഷൻ ആൻഡ് വൈ ആക്സിസിൽ ലോഡ് ആണ് കൊടുക്കുന്നത്. ദെൻ ലോഡ് ബേസ് പെനിട്രേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും കിട്ടുക. ദെൻ ഈ കർവിൽ നമ്മൾ CBR വാല്യൂ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2.5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ്ങും അതുപോലെ 5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ്ങും ആയിട്ടുള്ള ലോഡ് നോട്ട് ചെയ്യും. അത് ഓർത്തിരിക്കാം. 2.5 mm പെനിട്രേഷനും 5 mm പെനിട്രേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് നോട്ട് ചെയ്യും. ദെൻ CBR value at 2.5 mm penetration equal to load corresponding to 2.5 mm penetration divided by standard load. A standard load എന്ന് പറയുന്നത് for 2.5 mm penetration ആണെങ്കിൽ 1700 kilogram ആണ്. 1700 kilogram. Then for 5 mm penetration ആണെങ്കിൽ the value is 205 kilogram ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് CBR റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ CBR റേഷ്യോ എന്ന് പറയുന്നത് CBR റേഷ്യോ കറസ്പോണ്ടിങ് ടു 2.5 mm പെനിട്രേഷനും അതുപോലെ CBR റേഷ്യോ കറസ്പോണ്ടിങ് ടു 5 mm പെനിട്രേഷനും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എപ്പോഴും CBR റേഷ്യോ കറസ്പോണ്ടിങ് ടു 2.5 mm പെനിട്രേഷൻ ആണ് ഹയർ വാല്യൂ വരേണ്ടത്. അതാണ് ആ ഹയർ വാല്യൂ ആണ് നമ്മൾ ഡിസൈൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് 5 mm പെനിട്രേഷൻ ആണ് ഹയർ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ആ 3 times ചെയ്യുമ്പോഴും 5 mm പെനിട്രേഷൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ ആ വാല്യൂ ആണ് CBR റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 50 mm ഡയമീറ്റർ ഉള്ള സർക്കുലർ പ്ലഞ്ചർ ആണ് സോയിൽ മാസിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത്. അത് പെനിട്രേറ്റ് ചെയ്യുന്നത് ഓരോ കറസ്പോണ്ടിങ് പെനിട്രേഷൻ ഓരോ ലോഡിന് കറസ്പോണ്ടിങ്, അതായത് പെനിട്രേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് പറയുമ്പോൾ 0, പിന്നെ 0.5, 1 mm, 2.5 mm, 5 mm അങ്ങനെ 12.5 mm വരെയുള്ള പെനിട്രേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് നോട്ട് ചെയ്യും. അത് വെച്ച് ലോഡ് ബേസ് പെനിട്രേഷൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അതിൽ നിന്ന് 2.5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡും 5 mm പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡുമാണ് നോട്ട് എടുക്കുന്നത്. ദെൻ CBR റേഷ്യോ കറസ്പോണ്ടിങ് ടു CBR ratio corresponding CBR
ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. CBR equal to test load corresponding to chosen penetration divided by standard load for the same penetration. അപ്പോൾ ഇവിടെ 2.5-നും 5 mm കറസ്പോണ്ടിങ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ടെസ്റ്റ് ലോഡ് കറസ്പോണ്ടിങ് ടു 2.5 mm പെനിട്രേഷൻ അത് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നതാണ്. ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിനോമിനേറ്ററിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോർ ലോഡ് ഫോർ ദ സെയിം പെനിട്രേഷൻ. അപ്പൊ അത് ഈ കിലോഗ്രാം ഇൻ ടേംസ് ഓഫ് കിലോഗ്രാം ആണെങ്കിൽ 1370 കിലോഗ്രാം ആണ്. 2050. Then CBR ratio എപ്പോഴും 2.5 mm പെനിട്രേഷന്റെ ആയിരിക്കും ഹയർ വാല്യൂ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ 13700 കിലോഗ്രാം എന്നാണ് പറഞ്ഞത്. അത് 13700 ന്യൂട്ടൺ ആണ്. ഇൻ ടേംസ് ഓഫ് ന്യൂട്ടൺ എടുക്കുമ്പോഴാണ് 13700 ന്യൂട്ടൺ എടുക്കേണ്ടത്. കിലോഗ്രാം വരുമ്പോൾ 1370 കിലോഗ്രാം എന്ന് വരും. അതാണ് CBR ടെസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന CBR വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എക്സ്ട്രീംലി വീക്ക് ആണെന്ന് പറയും. സോയിൽ ക്ലാസിഫിക്കേഷൻ എക്സ്ട്രീംലി വീക്ക്. ദെൻ 1 to 2 ആണെങ്കിൽ വീക്ക്. Then 2 to 5 ആണെങ്കിൽ മീഡിയം. 5 to 10 ആണെങ്കിൽ നോർമൽ. Then 10 to 30 ആണെങ്കിൽ സ്ട്രോങ്. ആൻഡ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ എക്സ്ട്രീംലി സ്ട്രോങ് സബ്ഗ്രേഡ് സോയിൽ എന്ന് പറയും. സോയിലിന്റെ കേസിൽ സബ്ഗ്രേഡ് സോയിലിന്റെ പെർമനന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോയിൽ എന്ന് പറയുന്നതാണ് സബ്ഗ്രേഡ് സോയിൽ. സബ്ഗ്രേഡ് സോയിലിന്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് CBR ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ CBR ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ പെർമനന്റ് ഡിസൈനിലാണ്. ഫ്ലെക്സിബിൾ പെർമനന്റ് തന്നെ ലെയേഴ്സിന്റെ പെർമനന്റ് ലെയേഴ്സിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് CBR ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പിന്നെ അതിൽ വരുന്ന മെയിൻ ഇതെന്ന് പറഞ്ഞാൽ 2.5 mm പെനിട്രേഷനും 5 mm പെനിട്രേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് നോട്ട് ചെയ്ത് ദാറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ലോഡ് ഇൻറ്റു 100 ചെയ്യുന്നതാണ് CBR റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ സോയിലിന്റെ കേസിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് CBR ടെസ്റ്റ് ആണ്. ഹൈവേയിൽ നമ്മൾ ഹൈവേ മെറ്റീരിയലിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ അഗ്രിഗേറ്റ് ആണ്. മെറ്റീരിയൽ അഗ്രിഗേറ്റ് ആണ്. അപ്പൊ അഗ്രിഗേറ്റിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ടഫ്നെസ്, then shape of aggregate, adhesion with bitumen, durability. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് വൺ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ പെർമനന്റ് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് പോസസ് ഹൈ റെസിസ്റ്റന്റ് ടു ക്രഷിംഗ് ആൻഡ് ടു വിത്ത്സ്റ്റാൻഡ് ദ സ്ട്രെസ്സസ് ഡ്യൂ ടു ദ ട്രാഫിക് വീൽ ലോഡ്. ഓക്കെ, ദ അഗ്രിഗേറ്റ് ഷുഡ് പോസസ് ഹൈ റെസിസ്റ്റന്റ് ടു ക്രഷിംഗ് ആൻഡ് വിത്ത്സ്റ്റാൻഡ് ദ സ്ട്രെസ്സസ് ഡ്യൂ ടു ദ ട്രാഫിക് വീൽ ലോഡ്. ദെൻ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റിനാണ് പറയുന്നതാണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ്. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഹാർഡ്നെസ് റെസിസ്റ്റന്റ് ടു ദ അബ്രഷൻ. ഓക്കെ, അപ്പോൾ അത് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ലോസ് ആഞ്ചലസ് ടെസ്റ്റ്. ദെൻ തേർഡ് വൺ ടഫ്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ അഗ്രിഗേറ്റ് ടു ഇമ്പാക്ട് ഈസ് ടേംഡ് ആസ് ടഫ്നെസ്. അതായത് ഒരു സഡൻ ലോഡ് ആക്ട് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളതാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അത് കണ്ടുപിടിക്കാനുള്ള അത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റ് ആണ്. ഈ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റും അതുപോലെ അഗ്രിഗേറ്റ് ക്രഷിംഗ്. അപ്പൊ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും എന്താണ്, ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടിക്കാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദെൻ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ സഡൻ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അഗ്രിഗേറ്റിന്റെ പ്രോപ്പർട്ടിക്കാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ദെൻ ഇനി ടഫ്നെസ് അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് സഡൻ ലോഡ് ആയിരിക്കും. ദെൻ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂന്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവൽ ലോഡിംഗ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അഗ്രിഗേറ്റിന്റെ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഷേപ്സിൽ അഗ്രിഗേറ്റ് ഡിഫറെന്റ് ഷേപ്സ് എന്ന് പറയുന്നത് റൗണ്ടഡ്, ക്യൂബിക്കൽ, ആംഗുലർ, ഫ്ലേക്കി ഓർ ഇലാങ്ങേറ്റഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെർമനന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് അതിൽ ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലാക്കി ഓർ ഇലാങ്ങേറ്റഡ്, അതായത് ഫ്ലേക്കി അഗ്രിഗേറ്റ്സും ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സും ടോട്ടൽ ഇതിന്റെ 15% കൂടാൻ പാടില്ല. അതാണ് പറയുന്നത് ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്. Then adhesion with bitumen.
അപ്പൊ അഡ്ഹഷൻ വിത്ത് ബിറ്റുമിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ്. വാട്ടർ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഏരിയാസിലാണെങ്കിൽ എന്താണ് ബിറ്റുമിൻ അഗ്രിഗേറ്റ് ബിറ്റുമിനിൽ ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്നത് കാണാം. അപ്പൊ അതിനെ സ്ട്രിപ്പിംഗ്, അതിനാണ് സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്ഹഷൻ വിത്ത് ബിറ്റുമിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനാണ് സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ അഗ്രിഗേറ്റ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് bituminous pavement should have less affinity with the water. Less affinity with the water. Then next one, durability. Durability നെക്ക് പറയുന്നതാണ് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് soundness test എന്ന് പറയുന്നത്. So the property of aggregate to withstand adverse action of weather is called soundness. Durability determine ചെയ്യാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് soundness test. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനായിട്ട് ലോസ് ആഞ്ചലസ് സബ്ട്രാക്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ടഫ്നെസ്സിന് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ദെൻ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഷേപ്പ് ടെസ്റ്റ് ചെയ്യും. അത് ഇലോങ്ങേഷൻ ഇൻഡെക്സും ഫ്ലേക്കിനെസ് ഇൻഡെക്സും, അതായത് ഫ്ലേക്കി മെറ്റീരിയൽസിന്റെയും ഇലോങ്ങേറ്റഡ് മെറ്റീരിയൽസിന്റെയും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നതാണ് ഷേപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അഡ്ഹഷൻ വിത്ത് ബിറ്റുമിൻ കണ്ടുപിടിക്കാനായിട്ട് അഗ്രിഗേറ്റ് സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ് ചെയ്യും. ദെൻ ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നതാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. നമുക്ക് ഓരോന്നും എങ്ങനെ അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ്. So this aggregate crushing test is standardized by IS 2386 part 4. IS 2386 part 4. And it is the aggregate crushing value provides a relative measure of resistance to crushing under gradually applied crushing load. Okay, under gradually applied crushing load. Aggregate crushing value test ചെയ്യുന്നത് strength property determine ചെയ്യാനായിട്ടാണ്. And which provides a relative measure of resistance to crushing under gradually applied crushing load. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് 12.5 mm സൈസിലൂടെ 12.5 mm സീവിലൂടെ പാസ് ചെയ്ത് 10 mm സീവിൽ റിട്ടേൺ ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് ആണ് കളക്ട് ചെയ്യുന്നത്. ദെൻ അത് മൗൾഡിലേക്ക് മൗൾഡിൽ 3 ലെയേഴ്സ് ആയിട്ട് ഫിൽ ചെയ്ത് 25 ടൈംസ് ബ്ലോസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലാണ് നമ്മൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ 40 ടൺസ് ആണ് ടോട്ടൽ ലോഡ് കൊടുക്കുന്നത്. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത് 40 ടൺസ് ആണ്. 40 ടൺസ് എന്ന് പറഞ്ഞാൽ 40 ടൺ ലോഡ് ഫോർ 10 മിനിറ്റ്സ് 10 മിനിറ്റ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പെർ മിനിറ്റിൽ 4 ടൺസ്. ഓക്കെ, സോ ദ സ്പെസിമെൻ ഈസ് സബ്ജക്ട് ടു ടേക്ക് കംപ്രസീവ് ലോഡ് ഓഫ് 40 ടൺസ് ഫോർ 10 മിനിറ്റ്സ്. That is gradually applied at the rate of 4 tons per minute. 4 tons per minute. അപ്പോൾ ഗ്രാജുവലി ആയിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഗ്രാജുവൽ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ആണ് അഗ്രിഗേറ്റ് ക്രഷിംഗ് ടെസ്റ്റിന്റെ കേസിൽ വരുന്നത്. ഇനി ആ അഗ്രിഗേറ്റ് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് 2.36 mm സീവിലൂടെ സീവ് ചെയ്തെടുക്കും. ദെൻ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് പാസിംഗ് ത്രൂ 2.36 mm, weight of aggregate passing through 2.36 mm divided by total weight of aggregate into 100 എന്ന് പറയുന്നതാണ് aggregate crushing value എന്ന് പറയുന്നത്. Okay, aggregate passing through, weight of aggregate passing through 2.36 mm sieve divided by total weight of aggregate into 100 എന്ന് പറയുന്നതാണ് aggregate crushing value എന്ന് പറയുന്നത്. Then IRC പറയുന്ന specification എന്ന് പറഞ്ഞാൽ a value less than 10% significant and exceptionally strong aggregate, and while above 35% would normally be regarded as weak aggregate. അപ്പോൾ എബോവ് 35% ആണെങ്കിൽ നമ്മൾ പെർമനന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യത്തില്ല. അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ എബോവ് 35% ആണെങ്കിൽ പെർമനന്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് വൺ അബ്രഷൻ ടെസ്റ്റ് ആണ്. അബ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹാർഡ്നെസ് പ്രോപ്പർട്ടി, അഗ്രിഗേറ്റിന്റെ ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് അബ്രഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ലോസ് ആഞ്ചലസ് അബ്രഷൻ ടെസ്റ്റ് ആണ് ഇന്ത്യയിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോസ് ആഞ്ചലസ് അബ്രഷൻ ടെസ്റ്റ്. So the principle of Los Angeles abrasion test is to find the percentage wear due to relative rubbing action between the aggregate and steel balls used as abrasive charge.
അതിപ്പോ നിങ്ങൾക്ക് ടെസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ ഒരു ലാർജ് ഡ്രമ്മിൽ നമ്മൾ അഗ്രിഗേറ്റ് ഓരോ ഗ്രേഡിനനുസരിച്ച് അഗ്രിഗേറ്റ് അതിൽ കളക്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് അതിൽ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഏതാണ് ഏത് ഗ്രേഡിലുള്ള അഗ്രിഗേറ്റ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് സ്റ്റീൽ ബോൾസും കൂടെ നമ്മൾ എന്താണ് കൗണ്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. ദെൻ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് ഗ്രേഡ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ABCDEFG വരെ ഗ്രേഡ് ഉണ്ട്. അതിൽ ABCD വരെയാണെങ്കിൽ 500 റെവല്യൂഷൻ ആണ് ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത്, 500 റെവല്യൂഷൻ ആണ്. ദെൻ EFG ആണെങ്കിൽ 1000 റെവല്യൂഷൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ ഏത് ഗ്രേഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഗ്രേഡിനനുസരിച്ചിട്ടായിരിക്കും റെവല്യൂഷൻ സെറ്റ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ റെവല്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ അഗ്രിഗേറ്റ് കളക്ട് ചെയ്ത് 1.7 mm സീവ്, അത് ഈ സീവ് ആണ് ഓർത്തിരിക്കുന്നത്, 1.7 mm സീവിലൂടെ സീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോസ് ഏഞ്ചൽസ് ടെസ്റ്റിൽ 1.7 mm സീവ് ചെയ്തെടുക്കും. ദെൻ ലോസ് ഏഞ്ചൽസ് അബ്രഷൻ വാല്യൂ എന്ന് പറയുന്നത് weight of material passing through 1.7 mm sieve divided by total weight of aggregate into 100. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് ലോസ് ഏഞ്ചൽസ് അബ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാർജ് സിലിണ്ടറിക്കൽ ഡ്രമ്മിലേക്ക് വെയിറ്റ് അഗ്രിഗേറ്റ് ഓരോ ഗ്രേഡ് അനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ലോസ് ഏഞ്ചൽസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ABCDEFG എന്ന് പറയുന്ന 7 ഗ്രേഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ABCD ആണെങ്കിൽ നമ്മൾ 5 കിലോഗ്രാം 5 to 10 കിലോഗ്രാം ആണ് യൂഷ്വലി എടുക്കുന്നത്. അപ്പോൾ 5 കിലോഗ്രാം ആയിരിക്കും എടുക്കുന്നത്. EFG ആണെങ്കിൽ 10 കിലോഗ്രാം അഗ്രിഗേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അത് ഓരോ സീവ് സൈസും അതിൽ പറയുന്നുണ്ട്, അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ദെൻ ABCDയിൽ ഏതെങ്കിലും ഒരു ഗ്രേഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 500 റെവല്യൂഷൻ ആണ്. ആ ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത് 500 റെവല്യൂഷൻ ആണ്. ദെൻ EFG ആണെങ്കിൽ 1000 റെവല്യൂഷൻ 1000 ടൈംസ് ആണ് അത് റിവോൾവ് ചെയ്യുന്നത്, ഡ്രം റിവോൾവ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് റെവല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, ആ അഗ്രിഗേറ്റ് കളക്ട് ചെയ്ത് 1.7 mm സീവിലൂടെ സീവ് ചെയ്തെടുക്കും. ദെൻ ലോസ് ഏഞ്ചൽസ് അബ്രഷൻ വാല്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് പാസിംഗ് ത്രൂ 1.7 mm സീവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് ലോസ് ഏഞ്ചൽസ് അബ്രഷൻ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ എ മാക്സിമം വാല്യൂ ഓഫ് 40% is allowed for WBM ബേസ് കോഴ്സ് ഫോർ ഇന്ത്യൻ കണ്ടീഷൻ. അതാണ് IRC പറയുന്ന വാല്യൂ. അതായത് WBM വാട്ടർ ബൗണ്ട് മെക്കാഡം ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് 40% ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ബിറ്റുമിനസ് കോൺക്രീറ്റ് ബിറ്റുമിനസ് പെർമനന്റ് ആണെങ്കിൽ മാക്സിമം വാല്യൂ 35% ആണ് കൺസിഡർ ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസ് അബ്രഷൻ വാല്യൂന്റെ. ദെൻ നെക്സ്റ്റ് വൺ ഇമ്പാക്ട് ടെസ്റ്റ്. ഇമ്പാക്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടഫ്നെസ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീനിൽ അപ്പോൾ അതിലൊരു ചെറിയ മോൾഡ് ഉണ്ട്. ആ മോൾഡിൽ 12.5 mm പാസ് ചെയ്ത് 10 mm റീറ്റെയിൻ ചെയ്യുന്ന അപ്പോൾ 12.5 mm പാസ് ചെയ്ത് 10 mm റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റ് കളക്ട് ചെയ്ത് നമ്മൾ അത് ഇമ്പാക്ട് ടെസ്റ്റിംഗ് മെഷീനിലുള്ള കപ്പിലേക്ക് 25 ടൈംസ് ബ്ലോസ് പ്രൊവൈഡ് ചെയ്ത് 3 ലെയേഴ്സ് ആയിട്ട് ഫിൽ ചെയ്ത് 25 ബ്ലോസ് ടാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് 14 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഹാമർ ആണ് യൂസ് ചെയ്യുന്നത്. അത് 15 ബ്ലോസ് സഡൻ ബ്ലോസ് 15 ബ്ലോസ് 38 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്ന് ഫ്രീ ഫോൾ ആണ് 38 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാമർ റിലീസ് ചെയ്യുന്നത് 38 സെന്റിമീറ്റർ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ 15 നമ്പർ ഓഫ് സഡൻ ബ്ലോസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ആ 15 നമ്പർ ഓഫ് ബ്ലോസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അഗ്രിഗേറ്റ് കളക്ട് ചെയ്ത് 2.36 mm സീവിലൂടെ സീവ് ചെയ്തെടുക്കും. സോ അത് സീവ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ദെൻ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് പാസിംഗ് ത്രൂ 2.36 mm സീവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഇൻറ്റു 100. ഇതാണ് ഇമ്പാക്ട് ടെസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സ്പെസിഫിക്കേഷൻ. ഓക്കെ, IRC സ്പെസിഫൈ ചെയ്യുന്നത് വിയറിംഗ് കോഴ്സ് ആയിട്ടാണ്. അതായത് ബിറ്റുമിനസ് പെർമന്റിൽ വിയറിംഗ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ
30% എക്സീഡ് ചെയ്യാൻ പാടില്ല. ദെൻ ബിറ്റുമിനസ് മെക്കാഡത്തിൽ മാക്സിമം പെർമിസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 35% ആണ്. ദെൻ വാട്ടർ ബോൺ മെക്കാഡ് ആണെങ്കിൽ IRC സ്പെസിഫൈ ചെയ്യുന്നത് 40% വാല്യൂ ആണ് IRC സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡ്യൂറബിലിറ്റി പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ സൗണ്ട്നെസ് ടെസ്റ്റ് ഈസ് ഇന്റൻഡഡ് ടു സ്റ്റഡി ദ റെസിസ്റ്റൻസ് ഓഫ് aggregate to weathering action by conducting accelerated weathering test cycles. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കോഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന IS 2386 പാർട്ട് 5 ഈ ടെസ്റ്റ് പറയുന്നത്. അപ്പൊ അഗ്രിഗേറ്റിന്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ഡ്യൂറബിലിറ്റി, അഗ്രിഗേറ്റിന്റെ ഡ്യൂറബിലിറ്റി ആണ് നമ്മൾ ഇതിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി സോഡിയം സൾഫേറ്റ് അതല്ലെങ്കിൽ മാംഗനീസ് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അഗ്രിഗേറ്റിന്റെ സ്പെസിഫൈഡ് സൈസിലുള്ള അഗ്രിഗേറ്റ് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആണ് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് എയ്തർ സോഡിയം സൾഫേറ്റ് ഓർ മഗ്നീഷ്യം സൾഫേറ്റ് ഫോർ 16 to 18 hours. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ നമ്മൾ വെയ് ചെയ്തിരിക്കുന്ന അഗ്രിഗേറ്റ് 16 to 18 hours ആദ്യം വെറ്റ് ചെയ്യും, പിന്നെ ഡ്രൈ ചെയ്യും, അങ്ങനെ ഡിഫറെന്റ് സൈക്കിൾസ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് ഓവനിൽ വെച്ചിട്ട് 105 degree Celsius ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 5 cycles എന്നാ പറയുന്നത്. ആ 5 cycles നോക്കിയിട്ട് ആഫ്റ്റർ 5 cycles the loss in weight of aggregate is determined by sieving out of all undersized particles and weighing. Then and the loss in weight should not exceed 12% when tested with sodium sulfate and 18% with magnesium and sulfate solution. അപ്പോൾ ഈ ടെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ വെയ് ചെയ്തിരിക്കുന്ന അഗ്രിഗേറ്റ് ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ 16 to 18 hours ഇട്ട് വെക്കും. ദെൻ അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈ ചെയ്യും. അഗെയിൻ നെക്സ്റ്റ് സൈക്കിൾ വീണ്ടും 16 to 18 hours ഇട്ട് വെക്കും. അങ്ങനെ 5 cycles കഴിഞ്ഞ് കഴിയുമ്പോൾ അഗ്രിഗേറ്റ് ലോസ് ഇൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആ ലോസ് ഇൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ 12% കൂടാൻ പാടില്ല. അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 18% കൂടാൻ പാടില്ല ഫോർ ഗുഡ് ക്വാളിറ്റി ഓഫ് അഗ്രിഗേറ്റ്. ഇനി ഷേപ്പ് ടെസ്റ്റ്, നെക്സ്റ്റ് വൺ ഷേപ്പ് ടെസ്റ്റ്. So shape test is conducted to evaluate the shape of aggregate in terms of flakiness and elongation index. So flakiness index എന്ന് പറഞ്ഞാൽ ഫ്ലേക്കി മെറ്റീരിയൽസ് ആണ്. ഫ്ലേക്കി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് അഗ്രിഗേറ്റ്സ് ആണ് ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ പെർസെന്റേജ് ബൈ വെയിറ്റ് ഓഫ് aggregate particles whose least dimension is less than 0.6 times of their mean size. അതിനാണ് എന്ന് പറയുന്നത് ഫ്ലാക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലാക്കിനെസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് തിക്നെസ് ഗേജ് ആണ് യൂസ് ചെയ്യുന്നത്. റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഡിസൈറബിൾ ഫ്ലാക്കിനെസ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 15% ആണ്. ഇനി നെക്സ്റ്റ് വൺ ഇലോങ്ങേഷൻ ഇൻഡെക്സ്. ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ അഗ്രിഗേറ്റിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. അതിനാണ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇലോങ്ങേഷൻ ഇൻഡെക്സ് is defined as the percentage by weight of particles whose greatest dimension is greater than 1.8 times of their mean dimension. ഞാൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് നമ്മൾ ISCs വെച്ച് സീവ് ചെയ്തൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവും ലാബിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അത് പറയുന്നില്ല. എന്താണ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്, ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇലോങ്ങേഷൻ ഇൻഡെക്സ് is defined as the percentage by weight of particles whose greatest dimension is greater than 1.8 times of their mean dimension. Then elongation index കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ പേരാണ് ലെങ്ത് ഗേജ്. ദെൻ ഇലോങ്ങേഷൻ ഇൻഡെക്സിനെ കുറിച്ച് ഒരു കറക്റ്റ് വാല്യൂ IRC പറയുന്നില്ല, പക്ഷെ 25% കൂടാൻ പാടില്ല എന്ന് ടെക്സ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, 25% ആണ് പ്രിഫറബിൾ ലിമിറ്റ് എന്ന് പറയുന്നുണ്ട് ഇലോങ്ങേഷൻ ഇൻഡെക്സിന്റെ കേസിൽ. ഷേപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഷേപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഫ്ലാക്കിനെസ് ഇൻഡെക്സും ഇലോങ്ങേഷൻ ഇൻഡെക്സും കണ്ടുപിടിക്കാനായിട്ടാണ്. ഫ്ലാക്കിനെസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിന്റെ പേരാണ് തിക്നെസ് ഗേജ്. ഇലോങ്ങേഷൻ ഫ്ലാക്കിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പെർസെന്റേജ് ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് whose least dimension is less than 0.6 times of their mean dimension. Okay. അപ്പോൾ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ആണ് മീൻ ചെയ്യുന്നത്. ലീസ്റ്റ് ഡയമെൻഷൻ is less than the 0.6 times of their mean dimension. Then elongation index means it is a percentage by weight of particle whose greatest dimension is greater than 1.8 times of their mean dimension.
അപ്പൊ അഗ്രിഗേറ്റ് സോയിലും അഗ്രിഗേറ്റും ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് ഹൈവേ മെറ്റീരിയൽസിൽ. അപ്പൊ സോയിലിന്റെ കേസ് പറയുവാണെങ്കിൽ സോയിൽ ഹൈവേയിൽ എന്ന് പറയുമ്പോൾ സബ്ഗ്രേഡ് സോയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സബ്ഗ്രേഡ് സോയിലിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതുപോലെ തന്നെ സബ്ഗ്രേഡ് സോയിലിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഹൈവേ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് CBR ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ CBR ടെസ്റ്റ് ചെയ്യുന്നത് മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ പെർമനന്റിന്റെ തിക്നെസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് CBR ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലെക്സിബിൾ പെർമനന്റ് തിക്നെസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സോയിലിന്റെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ്സ് ആണ്. അപ്പൊ അഗ്രിഗേറ്റ്സിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസും അതിനുവേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളും പറഞ്ഞു. ഫസ്റ്റ് വൺ അഗ്രിഗേറ്റിന്റെ സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹാർഡ്നെസ് ആണ്. ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട് ലോസ് ഏഞ്ചൽസ് സബ്രഷൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇമ്പാക്ട് ടെസ്റ്റ്, ടഫ്നെസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനായിട്ട് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ ടെസ്റ്റ് ചെയ്യും. ദെൻ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഷേപ്പ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അത് ഫ്ലാക്കിനെസ് ഇൻഡെക്സും ഇലോങ്ങേഷൻ ഇൻഡെക്സിന്റെ ടേംസിലാണ് നമ്മൾ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് പറയുന്നത് ഹൈവേ കൺസ്ട്രക്ഷന്റെ കേസിൽ. ദെൻ എലോങ്ങേഷൻ ഇൻഡെക്സ് ആണെങ്കിൽ ലെങ്ത് ഗേജും ദെൻ ഫ്ലാക്കിനെസ് ഇൻഡെക്സ് ആണെങ്കിൽ തിക്നെസ് ഗേജും ആണ് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. ദെൻ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, ഡ്യൂറബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനും മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനും ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളും പിന്നെ അതിന്റെ എല്ലാം ലിമിറ്റുമാണ് ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ മെയിൻ ആയിട്ട്. നെക്സ്റ്റ് വൺ ബിറ്റുമിൻ ആണ് മെയിൻ ആയിട്ട് നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ദെൻ ഇതിൽ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വയർ ബാസ്കറ്റ് അതാണ്, അതത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ്സിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വാല്യൂ ഷുഡ് ബി റേഞ്ചസ് ഫ്രം 0.1 to 2%. 2% ലെസ് വാല്യൂ ആയിരിക്കണം ഹൈവേ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, IRC ഹാസ് സ്പെസിഫൈഡ് മാക്സിമം വാട്ടർ അബ്സോർപ്ഷൻ വാല്യൂ ഓഫ് 1% ഫോർ അഗ്രിഗേറ്റ് യൂസ്ഡ് ഇൻ ബിറ്റുമിനസ് സർഫസ് ഡ്രസ്സിംഗ്. ബിറ്റുമിനസ് അഡ്ഹഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതൊരു വിഷ്വൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. വിഷ്വൽ എക്സാമിനേഷൻ ആണ് ടെസ്റ്റ്. നമ്മൾ അഗ്രിഗേറ്റും ബിറ്റുമിനും 105 ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് അത് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ 24 hours വാട്ടറിൽ ഇട്ട് വെക്കും. ഓക്കെ, ആ വാട്ടറിൽ ഇട്ട് വെക്കാന്ന് പറയുമ്പോൾ ആ വാട്ടർ ബാത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ 1 day കഴിയുമ്പോൾ നമ്മൾ അത് വിഷ്വലി എക്സാമിൻ ചെയ്യും. എത്രമാത്രം പാർട്ട് അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്ന് എക്സാമിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വിഷ്വൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആണ് ഈ അഗ്രിഗേറ്റ് സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിറ്റുമിൻ അഡ്ഹഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ അവിടെ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബിറ്റുമിൻ അഡ്ഹഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 24 hours ടെസ്റ്റ് ആണ്. അതൊരു വിഷ്വൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ബിറ്റുമിൻ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും ക്ലാസ് എടുത്തിൽ എന്തെങ്കിലും സജഷൻസ് തിയറി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം വേണ്ടി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഒന്ന് ഒരു 5 minutes നിങ്ങൾ നിർത്തി പറഞ്ഞോളൂ കേട്ടോ. എന്താ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലും പ്രോബ്ലംസ് ചോദിക്കാന്ന് പറഞ്ഞാൽ ഈ ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ നിന്നാണ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ബാക്കിയെല്ലാം തിയറിയാണ്. ഓക്കെ, പിന്നെ ഇനി പ്രോബ്ലം പറയാനാണെങ്കിൽ ട്രാഫിക്കിൽ നിന്ന് സ്പീഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അത് ഒരു എയ്ഡ് എക്സാമിനൊക്കെ ഞാൻ ചോദിച്ചു. ഇതുവരെ പ്രീവിയസ് ഇയർ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളൂ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നിന്ന്. കൂടുതലും ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ നിന്നാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതും ഒരു എക്സാമിൽ തന്നെ
3-4 ക്വസ്റ്റ്യൻസ് ഹൈവേ ജോമെട്രിക് ഡിസൈനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ആ ഒരു പോർഷൻ എന്ന് പറയുന്നതും ഹൈവേ ജോമെട്രിക് ഡിസൈൻ ആണ്. ഇതിൽ സജഷൻസ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനി നമുക്ക് 4 ക്ലാസ്സും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ആർക്കൊന്നും പറയാനില്ല? പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ചിത്ര, മരിയ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. ക്ലാസ് കുഴപ്പമില്ല മിസ്സേ, ഇങ്ങനെ തന്നെ പോയാൽ മതി. ഓക്കെ, ഇന്നിപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന നിങ്ങളിപ്പോ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു EPT ഇപ്പോ ഹൈവേ ജോമെട്രിക് ഡിസൈൻ്റെ PPT ഞാൻ ഇന്ന് ഇപ്പോൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആ വർക്ക്ഔട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് നോക്കി പോകാൻ പറ്റാത്തവര് ആ ഒരു സമയത്ത് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡേ ഒരു സാറ്റർഡേ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനിൽ നിന്നുള്ള പോർഷനിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരാം. ഓക്കെ, താങ്ക് യു. Thank you, Miss.